അപ്പോൾ ഗൈസ് നമ്മൾ പിള്ളേരെ ഒന്നും കൂട്ടാതെ നമ്മൾ ഷോപ്പിംഗ്. അപ്പോൾ എവിടെ പോയാലും നമ്മൾ ഇൻട്രോ വീഡിയോ എടുക്കണം. കാരണം നമ്മൾ ഈ വീഡിയോ മുഴുമിപ്പിക്കുമെന്നൊന്നും അറിയില്ല. എന്തൊക്കെയോ പൊട്ടത്തരം വിളിച്ച് പറഞ്ഞിട്ട് പോകുന്നത് ഞാൻ ഓണം ഷോപ്പിങ്ങിനാണ് കേട്ടോ. ഞാൻ ഒറ്റയ്ക്കല്ല, വിനീതുണ്ട്, ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ടാണ് പോകുന്നത്. ഇവളുടെ വകയായിട്ടുള്ള ഓണക്കൊടി വാങ്ങാൻ. ആയിട്ടിരിക്കും കേട്ടോ. നല്ല നല്ല ലൈറ്റ് ഷെയ്ഡ്സിൽ വരുന്ന നല്ല നല്ല ടീഷർട്ട്സ് ഉണ്ട്. അങ്ങനെ നല്ല ഫാഷൻ ഡ്രസ്സുകൾ നല്ല നല്ല തുണിയിൽ വരുന്നുണ്ട്. അതാണ് ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതുപോലെ തന്നെയാണ് ഇവരുടെ ചുരിദാറും എല്ലാവിധ വസ്ത്രങ്ങളും അങ്ങനെ തന്നെയാണ് വരുന്നത്. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പം ഞങ്ങൾ തിരഞ്ഞിട്ട് ഇവൾക്ക് ഇതാ ഈ ഒരു മഞ്ഞ ടോപ്പാണ് ഇഷ്ടമായത്. അപ്പം സെപ്പറേറ്റ് പാൻറ്റും ടോപ്പും അങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അവൾ അത് എടുത്തിട്ട് അതിലേക്ക് മാച്ചായിട്ട് ഒരു പാൻറ്റും എടുത്തു കേട്ടോ. അങ്ങനെ ഒരാൾക്കുള്ള ഡ്രസ്സ് മാത്രം സെലക്ട് ചെയ്തിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. ചുരിദാറൊക്കെ ആണെങ്കിൽ 299 രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവിടെ ആണെങ്കിൽ നല്ല ഭംഗിയുള്ള ബാഗുകളൊക്കെ തൂങ്ങി കിടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഷോപ്പിംഗ് അവസാനിപ്പിച്ച് ബില്ല് ചെയ്ത് നെക്സ്റ്റ് ഓപ്പോസിറ്റ് കാണുന്ന സാമിയയിലേക്കാണ് കേട്ടോ അടുത്തായിട്ട് പോകുന്നത്. സാമിയാണെങ്കിൽ കഴിഞ്ഞ വർഷം ഉദ്ഘാടനം കഴിഞ്ഞതാണ് കേട്ടോ. ഞാൻ ഇതുവരെ അവിടെ പോയിട്ടില്ല. അപ്പോൾ ശരി, അവിടെ ഒന്ന് പോയിട്ട് അടുത്ത കളക്ഷൻസൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഇന്ന് സാമിയയിലേക്കാണ് വന്നിട്ടുള്ളത്. ആദ്യം തന്നെ ചുരിദാർ നോക്കാമെന്ന് വിചാരിച്ചു. അതിനുശേഷം മക്കളുടെ ഡ്രസ്സൊക്കെ നോക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഫസ്റ്റ് ചുരിദാറിൻ്റെ സെക്ഷനിൽ ചെന്ന് അവിടെ നിന്നും ചുരിദാറൊക്കെ സെലക്ട് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങളുടെ സ്ഥിരം പണി തുടങ്ങി. റാക്കിൽ നിന്നും ചുരിദാറുകൾ ഓരോന്നായി വലിച്ചിടാൻ തുടങ്ങി. എനിക്കിഷ്ടപ്പെട്ടത് അവൾക്ക് ഇഷ്ടപ്പെടില്ല, അവൾക്ക് ഇഷ്ടപ്പെട്ടത് എനിക്കിഷ്ടപ്പെടില്ല, അതുപോലെ ചിലത് കളർ ഇഷ്ടപ്പെടില്ല, അല്ലെങ്കിൽ തുണി ഇഷ്ടപ്പെടില്ല, ഇതെല്ലാം സെറ്റായ റേറ്റ് സെറ്റാവില്ല. അങ്ങനെ മൊത്തം വലിച്ചിട്ട് ലാസ്റ്റ് ഒരു 2 സെലക്ട് ചെയ്തു കേട്ടോ. എന്നിട്ട് അത് രണ്ടും കൂടിയിട്ടൊന്ന് ഇട്ട് നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതിന്ന് എനിക്കിഷ്ടപ്പെട്ട് വേറെ ഒന്നും ചിന്തിക്കാതെ സെലക്ട് ചെയ്തു. കാരണം ഒരുപാട് നേരം വൈകിയിട്ടുണ്ട്. ഇനി കുട്ടികൾക്കുള്ള ഡ്രസ്സൊക്കെ നോക്കുമ്പോഴേക്കും ഒരുപാട് സമയമാവും. അതുകൊണ്ട് കണ്ണും പൂട്ടി ഒന്നങ്ങോട്ട് സെലക്ട് ചെയ്തിട്ട് പിന്നെ മക്കൾക്ക് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഇതിന് മുകളിലായിട്ടാണ് അവർക്കൊക്കെയുള്ള ഡ്രസ്സുകൾ വരുന്നത്. അപ്പോൾ അങ്ങനെ
അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. എന്നാ വാങ്ങിച്ചോ, എന്നാ അത് വാങ്ങിച്ചോട്ടോ. ഇനിയിപ്പോ എന്തിനാ ഓ പിന്നെ നല്ല പ്രിന്റഡ് ആയിട്ടുള്ള സാരി. എന്തിനാണ് ബ്ലൗസ് വേണ്ടത്? ദീപ 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 ദീപ. ആ വ്ളോഗ് വരും, ഈ നോക്കിക്കോ. ആ ബ്ലാക്ക് ഡ്രസ്സ് ഇട്ട കുട്ടിയുടെ പേര് ചിത്ര എന്നാണ് കേട്ടോ. അവൾ പഠനകുറിച്ചൊക്കെ ഉള്ളതാണ്. അപ്പോൾ അവളോട് വർക്ക് ചെയ്യുന്ന ആളാണ്. പിന്നീട് ഷോപ്പിങ്ങിന് അവളും കൂടി കേട്ടോ. അവൾക്ക് യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ കുട്ടികളുടെ ഡ്രസ്സിൻ്റെ സെക്ഷനിലെത്തി അവർക്കുള്ള ഡ്രസ്സ് നോക്കുകയാണ്. അപ്പോൾ ഉണ്ണിക്കൊരു ലെഹങ്ക നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇവിടേക്ക് വന്നത് കേട്ടോ. ദിവസം പോയോ? ഇനി എപ്പോഴാ നിങ്ങൾ പോവുക? നിങ്ങളെപ്പോഴാ പോവുക വയ്ക്കുക? അല്ല, എല്ലാവരും പോണ സമയം എപ്പോഴാ വയ്ക്കുക? ഉണ്ണിക്ക് വേണ്ടിയിട്ട് ഒരു പച്ച ലെഹങ്ക സെലക്ട് ചെയ്ത് വരുന്ന വഴിക്കാണ് ഈ പട്ടുപാവാടകൾ കണ്ടത് കേട്ടോ. അപ്പോൾ ഇത് ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണല്ലോ. എന്നാൽ ശരി, ഇത് വാങ്ങാമെന്ന് വിചാരിച്ചു. 3 പേർക്കും കൂടിയിട്ട് ഇതിൻ്റെ കളർ ചേഞ്ചുകൾ വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അത് 3 കളർ സെലക്ട് ചെയ്തിട്ട് ഞങ്ങൾ അത് വാങ്ങിച്ചു കേട്ടോ. അവസാനിപ്പിച്ച് തിരിച്ചു പോന്നു കേട്ടോ. നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. നല്ല അടിപൊളിയായിട്ട് വസ്ത്രങ്ങളൊക്കെ സെലക്ട് ചെയ്തിട്ട് തിരിച്ചു പോന്നു. ഇനിയിപ്പോൾ വീട്ടിലേക്ക് കുറച്ച് എണ്ണക്കടിയും വാങ്ങിച്ചിട്ട് തിരിച്ചു പോവുകയാണ്. ഓണത്തിൻ്റെ ഫസ്റ്റ് ഷോപ്പിംഗ് ആയിരുന്നു ഇത്. നല്ല അടിപൊളിയായിട്ട് അവസാനിപ്പിച്ചു. സമയം വളരെ വൈകിയിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ടാറ്റാ ബൈ. എന്നും പറയുന്നത് പോലെ തന്നെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഷോപ്പിംഗ് വ്ളോഗുകൾ വരുന്നതായിരിക്കും. കാണുക, സപ്പോർട്ട് ചെയ്യുക.